സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4ൻ്റെ ടോപ്പിക്കുകളാണ്. സോ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ലോഡർ ഫങ്ഷൻസും ഡിസൈൻസ് ഓഫ് ആൻ ആബ്സല്യൂട്ട് ലോഡറുമാണ്. സോ ഫസ്റ്റ് തിങ് അബൌട്ട് ആൻ ഓവർവ്യൂ. നമുക്കറിയാം അസംബ്ലറിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? സോഴ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIC അല്ലെങ്കിൽ SIC XC പ്രോഗ്രാംസ്. ഈ SIC XC പ്രോഗ്രാംസിനെ എന്താക്കും? ഒബ്ജക്റ്റ് കോഡാക്കും. ഈ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ ലിങ്കറിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ലിങ്കിങ് ഇറ്റ് വിത്ത് ദി എക്സ്റ്റേണൽ റെഫറൻസസോ അല്ലെങ്കിൽ ലൈബ്രറി മോഡ്യൂൾസോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സിക്യൂട്ടബിൾ കോഡ് ലിങ്കറിൽ നിന്നും കിട്ടും. ആ കോഡിനെയാണ് ലോഡർ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൈലറിന് നമ്മൾ കൊടുക്കുന്നത് ഒരു C പ്രോഗ്രാമാണ്. അത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് മെഷീൻ ലാംഗ്വേജ് നമുക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് നമുക്ക് കിട്ടും. ആ ഒരു കോഡിനെ നമുക്ക് ലൈബ്രറിയിലെ എന്തെങ്കിലും റെഫറൻസസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ലിങ്ക് ചെയ്ത് എക്സിക്യൂട്ടബിൾ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിനെ ലോഡറിലോട്ട് നമ്മൾ കൊടുക്കുന്നു. ലോഡർ മെമ്മറി ലോഡ് ചെയ്യുന്നു. സോ ഈ ഒരു ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളും നമ്മൾ ഇനീഷ്യലായിട്ടുള്ള മോഡ്യൂൾസിൽ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. സോ സ്പീക്കിംഗ് ഓഫ് ലോഡേഴ്സ് ആൻഡ് ലിങ്കേഴ്സ്, ഇപ്പം ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്ത് ഉള്ളത് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റഡ് ഇൻസ്ട്രക്ഷൻസും ഡേറ്റ വാല്യൂസ് ആയിരിക്കും സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന്. സോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതൊക്കെ അഡ്രസ്സസിലാണ് മെമ്മറിയിൽ ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനെ ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കണ്ടൻറ്റും ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്ത് കാണും. അപ്പം ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബ്രിങ്സ് ദി ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു ദി മെമ്മറി എന്ന് പറയുമ്പോൾ മെയിൻ മെമ്മറി ഫോർ എക്സിക്യൂഷൻ. റീലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0000 എന്ന് പറഞ്ഞൊരു അഡ്രസ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു ലോഡ് ഇറ്റ് ഇൻ സം ഡിഫറെൻറ്റ് അഡ്രസ്സ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ലിങ്കിങ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നെന്നുണ്ടെങ്കിൽ ലൈബ്രറി റൂട്ടീൻസിന് നമുക്ക് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 or more സെപ്പറേറ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ അവരെ റെഫർ ചെയ്യണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്കിങ് അവിടെ യൂസ് ചെയ്യാം. സോ ലോഡർ എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് സംതിങ് ദറ്റ് പെർഫോംസ് ദ ലോഡിംഗ് ഫംഗ്ഷനാണ് നമ്മൾ ലോഡർ എന്ന് പറയുന്നത്. പ്രോഗ്രാം ലിങ്കിങ് ആൻഡ് റീലൊക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്താണ് പറയുന്നത് നോക്കുന്നതായിരിക്കും ലോഡർ. സോ അതുപോലെ തന്നെ ചില ലോഡേഴ്സിന് ലിങ്കിങ്ങിൻ്റെ ഒരു ഇൻബിൽറ്റ് ഇത് കാണും, പ്രൊവിഷൻ കാണും. ചിലപ്പം ലോഡേഴ്സ് ഇൻഡിവിജ്വലായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഓവർവ്യൂവിൻ്റെ കീഴിൽ പറയുന്നത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബേസിക് ലോഡർ ഫങ്ഷൻസ് ആണ്. സോ ബേസിക് ലോഡർ ഫങ്ഷൻസിൻ്റെ കീഴിൽ വരുന്ന 4 മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അലൊക്കേഷൻ, ലിങ്കിങ്, റീലൊക്കേഷൻ ആൻഡ് ലോഡിംഗ്. അലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് the function which is being performed by the loader to determine and allocate the required memory space for the program to execute faithfully. അതായത് ഏത് മെമ്മറി ലൊക്കേഷനിലോട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ അലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിനെ, ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ അലൊക്കേഷൻ എന്ന് പറയുന്നത്. ലിങ്കിങ് എഗെയിൻ നമ്മൾ സിംബോളിക് റെഫറൻസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാൻ, അതിനെ ലിങ്ക് ചെയ്യാനായിട്ടുള്ളതാണ് ലിങ്കിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ 0000 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഇറ്റ് അറ്റ് 1000 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില പ്രോഗ്രാംസ്, ചില ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് PC അല്ലെങ്കിൽ ബേസ് റിലേറ്റീവ് ആയിട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലത് വിത്ത് റെസ്പെക്റ്റ് ടു എ റിലേഷൻ ആയിരിക്കും. ചിലത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇപ്പം 1000 എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ടു അനദർ റിലേറ്റീവ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം റിലേറ്റീവായിട്ട് കൊടുക്കുന്ന പ്രോഗ്രാംസിന് ഇഷ്യൂ ഇല്ല. എന്നാൽ ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ അഡ്രസ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിത്ത് റെസ്പെക്റ്റ് ടു റീലൊക്കേഷൻ നമ്മളത് മാറ്റേണ്ടി വരും. സോ ആ കാര്യമൊക്കെയാണ് നമ്മൾ റീലൊക്കേഷനിൽ ശ്രദ്ധിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് ലോഡ് അഡ്രസ്സസ് to various parts of the program, adjusting the code and data in the program to reflect the assigned address. അവസാനത്തേത് ലോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കോപ്പിങ് എ പ്രോഗ്രാം സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് കോപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്.